ഷു, ഈ ചെറുക്കനിത് എന്ത് ഭാവിച്ചാൻ്റെ ഭഗവതി. ആ അമ്മ നെഞ്ചിൽ കൈവച്ച് വിലപിച്ചു. മോള് വിഷമിക്കണ്ട, ആ വന്നോളും. മോള് മുറിയിലേക്ക് ചെല്ല്. ഞാൻ പതിയെ ഗോവണി കയറി അയാളുടെ മുറിയിലേക്ക് ചെന്നു. വാതിൽ തുറന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. വിശാലമായ മുറിയാണ്, തൻ്റേതുപോലെയല്ല. റൂം മുഴുവൻ പല നിറത്തിലുള്ള ഫാൻസി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. റൂമിനൊരുവശത്തായി ഒത്തനടുക്ക് വലിയൊരു ബെഡ് കോട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ ചുവപ്പും വെള്ളയും നിറങ്ങളിലുള്ള റോസാപ്പൂകൾ വിതറിയിട്ടിരിക്കുന്നു. ആ മനോഹര തീരത്തേക്ക് ഞാനൊരു നിമിഷം നോക്കി നിന്നു. പിന്നീട് പതിയെ ആ കട്ടിലിനരികിൽ നിന്ന് കണ്ണുകൾ അടച്ചു. പൂച്ചെടികളും മരങ്ങളും നിറഞ്ഞൊരു കൊച്ചു വീട് മനസ്സിലേക്ക് ഓടിയെത്തി. ഇതാണ് നന്ദന എന്ന നന്ദ. 24 വയസ്സ് പ്രായം. വെളുത്തിട്ടാണ്, പരൽ മീൻ്റേതുപോലെയുള്ള കണ്ണുകൾ, നിതംബം മറക്കുന്നത്ര നീണ്ട മുടിയിഴകൾ. വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത കുടുംബമാണ് നന്ദയുടേത്. പഠിക്കാൻ മിടുക്കിയാണ്. ഡിഗ്രി ഫസ്റ്റ് റാങ്കോടുകൂടിയാണ് പാസ്സായത്. ഇനി ബാക്കി കഥ പറയാം. ഞാൻ കണ്ണുകൾ തുറന്ന് ചുറ്റിനും നോക്കി. അയാൾക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? ഇനി എല്ലാം എൻ്റെ വെറൊരു തോന്നലാവോ? അല്ല, ഞാൻ ശ്രദ്ധിച്ചത് ആ മുഖം. ഫോട്ടോ എടുക്കുമ്പോൾ പോലും ആ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നില്ല. ഇനി എന്നെ ഇഷ്ടമില്ലാതെയാണോ വിവാഹം കഴിച്ച്? ചിന്തകൾ ഓരോന്നും കടന്നുപോയി. കുറച്ച് ദിവസമായിട്ടുള്ള കല്യാണത്തിന്റെ തിരക്കുകളും ഇന്നലെ തുറക്കക്കുറവും കൊണ്ടാവും കണ്ണുകളടഞ്ഞ് ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഓ, എത്തിയോ മഹാൻ, എവിടെ ആയിരുന്നടാ? പാതിരാത്രി തെണ്ടാൻ പോയിരുന്നേ. ഒന്നും മിണ്ടാതെ പോവാനൊരുങ്ങിയവനെ സാവിത്രി കയ്യിൽ പിടിച്ചു നിർത്തി. ഒരു പെൺകൊച്ചിനെ താലി കെട്ടിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന എന്താ നീ മറന്നുപോയോ? അവള് ഞാനായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നല്ലോ. എല്ലാവരും കൂടി എന്റെ തലയിൽ കെട്ടിവെച്ചല്ലേ? ഇരച്ചു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തിയവൻ പടികൾ കയറി. ഇത് ശ്രീറാം. കണ്ടാൽ ഒരു 28 വയസ്സ് പ്രായം തോന്നിക്കുന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ. ശ്രീറാം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ IT പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഞാൻ കണ്ണുകൾ വലിച്ചു തുറന്നു. അയാളാണ്. എന്നെ പുച്ചി ചിരിച്ചുകൊണ്ട് അയാൾ ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഞാൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഡോർ ലോക്ക് ചെയ്ത് അയാൾ കട്ടിലിന്റെ ഒരു വശത്തായി കിടന്നു. അല്പസമയത്തിന് ശേഷം അയാൾ മുഖമുയർത്തി എന്നെ നോക്കി. എന്താ, നിനക്ക് ഉറക്കൊന്നുമില്ലേ? ആ, ഉണ്ട്. എന്നാ ഒന്ന് കിടക്ക്. മടിച്ച് ഞാൻ കട്ടിലിന്റെ ഒരു വശത്തായി ചെരിഞ്ഞു കിടന്നു. രാവിലെ ഉണരുമ്പോൾ അയാൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിലേക്ക് ചെന്നു. അമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മേ, ഞാൻ വിളിച്ചു. ആ, മോളെ എഴുന്നേറ്റോ? കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് എഴുന്നേറ്റാ മതിയായിരുന്നല്ലോ. അത് സാരല്ല അമ്മേ, ഞാൻ ഇന്ന് ഈ സമയത്ത് എഴുന്നേൽക്കും. ആ, അത് നല്ലതാ. സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേറ്റാലേ നല്ല സൗന്ദര്യം ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനൊന്ന് പുഞ്ചിരിച്ചു. ഞാനും അമ്മയും പെട്ടെന്ന് തന്നെ അടുത്തു. ആ മോളെ, ഈ ചായ കൊണ്ട് അവന് കൊടുത്തിട്ട് വാ. ഒരു കപ്പ് ചായ എനിക്ക് നേരെ നീട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു. ഞാൻ അത് വാങ്ങി മുറിയിലേക്ക് നടന്നു. ചാരിയിട്ട വാതിൽ തുറന്ന് ഞാൻ അകത്തേക്ക് ചെന്നു. നല്ല ഉറക്കത്തിലാണ്. എന്ത് ചെയ്യും? വിളിച്ചാലോ? എന്ത് വിളിക്കും? ആ, ശ്രീയേട്ടാ, ശ്രീയേട്ടാ, എനിക്ക്. എന്താടി? ദേ ചായ അവിടെ വെച്ചേക്ക്. ഞാൻ ചായ ടീപ്പോയിൽ വെച്ച് തിരിഞ്ഞടന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അയാൾ താഴേക്ക് ഇറങ്ങി വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഞാൻ മുറിയിലേക്ക് പോയി. അയാൾ അവിടെ ഫോൺ നോക്കി ഇരിക്കുകയായിരുന്നു. എന്നെ കണ്ട് ഫോൺ ബെഡിലേക്ക് ഇട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. നന്ദന, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നമുക്കൊന്ന് പുറത്തു പോവാം. പോവാം. എന്നാൽ വേറെ റെഡിയായിട്ട് താഴേക്ക് പോവാ. ഞാൻ വേഗം തന്നെ റെഡിയായി താഴേക്ക് ഇറങ്ങി. അമ്മയോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അയാൾ എന്നെയും കാത്ത് കാറിൽ ചാരി നിൽപ്പുണ്ടായിരുന്നു. എന്നെ കണ്ട് വേഗം കാറിലേക്ക് കയറി. പിന്നാലെ ഞാനും. വഴിയിലൂടെ നീളം നിശബ്ദ തളം കെട്ടിയിരുന്നു. വണ്ടി ഒരു ബീച്ചിന് സമീപത്തായി നിർത്തി അയാൾ ഇറങ്ങി. പിന്നാലെ ഞാനും. ഞങ്ങൾ ഇരുവരും ആ മണൽത്തരികളിലൂടെ നടന്നു. ഞാൻ ആളെയും നോക്കി. തിരകളിലേക്ക് നോക്കി എന്തോ ആലോചിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ പേടി നിറഞ്ഞു. നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി. ഞാനീ പറയാൻ പോകുന്ന കാര്യം തനിക്ക് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പറയാതെ പറ്റില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു കുട്ടിയുടെ പ്രണയത്തിലായിരുന്നു. ട്രീസ, അതായിരുന്നു അവരുടെ പേര്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും 2 കാസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ വീട്ടുകാർ ഞങ്ങളുടെ ബന്ധത്തെ അനുകൂലിച്ചില്ല. ഞാനൊരു നിമിഷം ആ മുഖത്തേക്ക് നോക്കി. വീട്ടുകാരെ ഉറപ്പിച്ചിട്ടാണെങ്കിലും ഒരുമിച്ച് ജീവിച്ചാലോന്ന് ഞാൻ പലവട്ടം ചിന്തിച്ച. പക്ഷെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും നിർബന്ധിച്ച് ഞാൻ ഈ കല്യാണത്തിൽ സമ്മതിച്ച്. പക്ഷെ എനിക്കൊരിക്കലും അവളെ മറക്കാൻ പറ്റില്ല. അവളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും ഭാര്യയായിട്ട് കാണാനും പറ്റില്ല. അതുകൊണ്ട് 1 വർഷം, അതിനുശേഷം ലീഗലായിട്ട് ഡിവോഴ്സിന് വേണ്ടി മൂവ് ചെയ്യാം. ഈ 1 വർഷത്ത് മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. പക്ഷെ ഭർത്താവ് എന്നൊരു അധികാരം ഉപയോഗിച്ച് തൻ്റെ ശരീരത്തോടാനോ മോശമായിട്ട് പെരുമാറാനോ ഞാൻ വരില്ല. തനിക്കെന്നെ വിശ്വസിക്കാം. എല്ലാം കേട്ടൊരു ശീല കണക്കിയാൻ നിന്നു. നിറഞ്ഞു വന്ന കണ്ണുകൾ അയാൾ കാണാതിരിക്കാൻ ഞാൻ കടലിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചു. വീട്ടിലേക്ക് തിരിച്ചെത്തിയും ബാത്റൂമിലേക്ക് എറിയാൻ നിശബ്ദമായി കരഞ്ഞു. നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിച്ചു വന്നിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഒഴിഞ്ഞു പോകണമെന്ന് എൻ്റെ തെറ്റാണ്. അർഹതയില്ലാത്തത് ആഗ്രഹിക്കരുതായിരുന്നു. കരച്ചിലടക്കാൻ ഞാൻ പാടുവിട്ടു. ഇതെന്തെല്ലാമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള യാത്ര. ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. 3 മാസം എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. തനിക്കൊരിക്കലും കഴിയില്ലെങ്കിലും അയാളുടെ വാക്കുകൾക്ക് മുമ്പിൽ എനിക്ക് നിസ്സഹായാവേണ്ടി വന്നു. എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. മറ്റെല്ലാം സഹിക്കാം. പക്ഷെ അമ്മ പാവം ഒന്നും അറിയാതെ സന്തോഷിക്കുകയാണ്. എന്നിരുന്നാലും മോശമായൊരു നോട്ടം പോലും ഇതുവരെ എൻ്റെ നേർക്ക് പതിഞ്ഞിട്ടില്ല. ബെഡ്റൂമിൽ കട്ടിലിന്റെ 2 വശങ്ങളിൽ 2 ധ്രുവങ്ങളിൽ എന്ന പോലെയാണ് ഞങ്ങൾ. കുറേ ദിവസങ്ങൾ പിന്നെയും അങ്ങനെ കടന്നുപോയി.
പിന്നീട് ഒരു ദിവസം അവരുടെ ബന്ധുക്കൾ ആരൊക്കെയോ വീട്ടിലേക്ക് വന്നു. ഒരു മധ്യവയസ്കനും അയാളുടെ അടുത്ത് തന്നെ പ്രായം വരുന്നൊരു സ്ത്രീയും അയാളുടെ ഭാര്യയാവുമെന്ന് ഞാൻ ഊഹിച്ചു. ആ, ഇതാണോ സാവിത്രി, ശ്രീകുട്ടന്റെ കുട്ടി? തൂങ്ങിൽ ചാരിൽക്കുന്ന എന്നെ നോക്കി അയാൾ ചോദിച്ചു. ആ, അതേ ശങ്കര. എന്താ കുട്ടിയുടെ പേര്? നന്ദന. കല്യാണ സമയത്ത് മാറ്റിവെക്കാൻ പറ്റാത്ത കുറച്ച് തിരക്കുകളുണ്ടായിരുന്നോണ്ടാ വരാൻ പറ്റാണ്ടിരുന്ന്. പിന്നെ ഇവിടം വരെ ഒന്ന് വന്ന സ്ത്രീക്കൊന്ന് കയറിയിട്ട് പോവാന്ന് കരുതി. ഈ സമയം അവിടെ നിന്നിരുന്ന സ്ത്രീ എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. സുന്ദരിയാ, സ്ത്രീക്ക് നന്നായിട്ട് ചേരും. അവരെന്റെ അടുത്തേക്ക് വന്ന് എന്റെ കവിളിൽ തട്ടി പറഞ്ഞു. അകത്തേക്ക് കയറി വന്ന ശ്രീറാം ഇത് കേട്ടൊന്ന് ചിരിച്ചു. പക്ഷെ ആ കണ്ണുകളിലെ ഭാവം എനിക്ക് വായിക്കാൻ കഴിയുന്നില്ലായിരുന്നു. രാത്രിയായപ്പോഴേക്കും അവരെല്ലാം പോയിരുന്നു. മാസങ്ങൾ വീണ്ടും കടന്നുപോയി. ജീവിതം പതിയെ പതിയെ ഒരു പരിധിവരെ ശാന്തമായി. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കാതുകളിൽ മുഴങ്ങി. സാവിത്രി മുൻവശത്തെ വാതിൽ തുറന്നു. മുന്നിൽ കണ്ട ആളെ അവർക്ക് മനസ്സിലായില്ല. ആരാ? അവർ ചോദിച്ചു. അമ്മേ, ഞാൻ അരുൺ, നന്ദനയുടെ ഫ്രണ്ടാ. നന്ദയില്ലേ ഇവിടെ? ആ, മോൻ കയറി വാ, ഞാൻ അവളെ വിളിക്കാം. മോളെ, മോളെ നന്ദേ, ദേ ആരോ കാണാൻ വന്നിരിക്കുന്നു. ആമേ, ഇപ്പൊ വരാം. താഴെ ഇരിക്കുന്ന ആളെ കണ്ട എന്റെ കണ്ണുകൾ വിടന്നു. അരുൺ? അവൻ പുഞ്ചിരിച്ചു. ഹലോ നന്ദ, എത്ര നാളായിട്ട് നിന്നെ കണ്ടിട്ട്? എന്താ ഞങ്ങളൊക്കെ മറന്നോ? നീ മറക്കാനോ? നിങ്ങളെ മറക്കാൻ എനിക്ക് പറ്റുമോ? എന്തായാലും നീ വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. ആ, അതെ അതെ. അവനൊരു കവർ അവൾക്ക് നേരെ നീട്ടി. ഇതെന്താ? ചെറിയൊരു ഗിഫ്റ്റാ. അവൾ ആ കവർ കയ്യിലേക്ക് വാങ്ങി തുറന്നു. അവളുടെയും ശ്രീറാമിന്റെയും ഫോട്ടോ വെച്ച് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു റിസിൻ ആർട്ടായിരുന്നു അത്. അവളുടെ കണ്ണുകൾ അറിയാതെ സോഫയിലിരിക്കുന്ന ശ്രീറാമിലേക്ക് പതിച്ചു. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റു. ആരാ ഇത്? അവൻ അവളോടായി ചോദിച്ചു. ഇത് അരുൺ, എൻ്റെ കോളേജ് മേറ്റ് ആയിരുന്നു. ഹലോ. അരുൺ അവന് നേരെ കൈ നീട്ടി. ശ്രീറാം. അവൻ കൈ കൊടുത്തു. അവർ മൂന്നുപേരും സോഫയിൽ നിന്ന് സംസാരിച്ചു. അമ്മ ചായ കൊണ്ടുവന്നു. നിനക്ക് നമ്മുടെ ബാച്ചിലുണ്ടായിരുന്ന ദീപുവിന് ഓർമ്മയില്ലേ? ആ ഉണ്ട്. അവൻ ആ ശ്രുതിയോട് സെറ്റായി. ഏത് ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന ശ്രുതിയോ? ആ, അത് തന്നെ. പോകാനിറങ്ങുമ്പോൾ അരുൺ ശ്രീയോട് പറഞ്ഞു. റാം, നന്ദ അവളെ നല്ല കുട്ടിയാ, തന്റെ ഭാഗ്യയുടെ അവള്. അതിന് മറുപടി അവനൊന്ന് പുഞ്ചിരിച്ചു. അരുൺ പോയതിനു ശേഷം ഞാൻ ചായക്കപ്പെടുത്ത് അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങി. പിന്നിൽ നിന്ന് അവന്റെ ശബ്ദം. നിനക്ക് അവന് ഇഷ്ടമായിരുന്നോ? ഇഷ്ടമോ? അരുൺ എൻ്റെ നല്ല ഫ്രണ്ടാ, അത്രമാത്രം. അവനൊന്നും മിണ്ടാതെ അവിടുന്ന് പോയി. ഇരുട്ട് വീണു. പുറത്ത് തുലാവർഷം മഴ ആർത്തലസി പെയ്യുന്നുണ്ട്. അവൻ പുറത്തെ ചാരുകസേരയിൽ ഇരുന്നു. എന്തോ ഒരു പതിവില്ലാത്തൊരു വേദന അവൻ അനുഭവപ്പെട്ടു. ഓർമ്മയിൽ എപ്പോഴും അവളുടെ മുഖമാണ്, അവളുടെ ചിരി, നീണ്ട മുടിയിഴകൾ. എന്തോ എന്നെ വല്ലാതെ അവളിലേക്ക് ആകർഷിപ്പിക്കുന്നു. അത് സാധാരണമോ അതോ മനസ്സിലെപ്പോഴും അറിയാതെ പൊട്ടിവീണ പ്രണയം എന്ന വികാരമോ അറിയില്ല. കാലം തെളിയിക്കട്ടെ ആ സത്യം. പിറ്റേന്ന് രാവിലെ അവൾ അടുക്കളയിൽ ജോലികൾ ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അവൾക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നി. ദേഹമൊക്കെ തളരുന്ന പോലെ. അമ്മേ, എന്താ മോളെ, എന്താ വയ്യാണ്ടിരിക്കുന്നേ? എന്തോ ഒരു തളർച്ച പോലെ. അയ്യോ, എന്നാ വാ, ആശുപത്രിയിൽ പോവാം. വേണ്ട, ഒന്ന് കിടന്നാൽ മാറും. എന്നാ മോള് പോയി കിടന്നോ, അമ്മ ചുടുവെള്ളം കൊണ്ടുവരാം. നന്ദയ്ക്ക് വയ്യെന്നറിഞ്ഞ് ശ്രീവേഗം മുറിയിലേക്ക് ചെന്നു. എന്തു പറ്റി നന്ദ? വയ്യതെനിക്ക്? പനിയുണ്ടോ? അവൻ വേഗം അവളുടെ നെറ്റിൽ കൈവച്ചു. വാ, നല്ല ചൂടുണ്ടല്ലോ, വാ ഹോസ്പിറ്റലിൽ പോവാം. ഏയ് വേണ്ട, ഹോസ്പിറ്റലിൽ പോകണ്ട. എടോ, തനിക്ക് നല്ല പനിയുണ്ട്, അതുകൊണ്ടാ പറഞ്ഞേ. അവൾ വേണ്ടെന്ന് വാശി പിടിച്ചു. എന്നാ ശരി. അവൻ തുണി നനച്ച് അവളുടെ നെറ്റിയിലിട്ടു. രാത്രി മുഴുവൻ അവൻ അവളുടെ അടുത്ത് തന്നെ ഉറങ്ങാതിരുന്നു. ഇടയ്ക്ക് ഉറക്കത്തിൽ അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. അവനൊന്ന് നടുങ്ങി. പിന്നീട് അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തന്നോട് ചേർത്ത് കിടത്തി. ആ നിമിഷം അവൻ തിരിച്ചറിയുകയായിരുന്നു, ഇവളില്ലാതെ ഇനി തനിക്ക് ജീവിക്കാനാവില്ലെന്ന്. തൻ്റെ പ്രാണൻ ഇവൾ തന്നെയാണെന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞുള്ള രാത്രിയിൽ മഴ ശക്തിയിൽ പെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കറണ്ട് പോയി. അവൻ മെഴുകുതിരി കത്തിച്ച് അവൾക്കടുത്തേക്ക് ചെന്നു. പേടിച്ചോ? ഇല്ല. എന്നാൽ അവളുടെ കണ്ണുകളിൽ മിന്നുന്ന കണ്ണുനീര് അവൻ കണ്ടു. അവൻ പതുക്കെ അവളുടെ കൈ പിടിച്ചു. നന്ദന, ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ലേ? 1 വർഷം, അതിനുശേഷം നമുക്ക് പിരിയാന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണോ. നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എനിക്ക് അങ്ങനെയൊക്കെ പെരുമാറാനേ പറ്റുള്ളൂ. എന്നോട് ക്ഷമിക്കേ. ഇനി ഒരിക്കലും ഈ കണ്ണു നിറയാൻ ഞാൻ ഇടവരുത്തില്ല. തനിക്ക് എന്നെ വിട്ട് പോവാതിരുന്നൂടെ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ എഴുന്നേറ്റ് അവൻ്റെ മുഖം കൈക്കുമ്പിളിൽ എടുത്തു. കരയണ്ട, നിങ്ങൾ വിട്ട് ഞാൻ എവിടെയും പോവില്ല. അവൻ അവൾ ഇറുകെ പുണർന്നു. അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങളാൽ മൂടി. പ്രണയം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ അവരുടെ പ്രണയ ജീവിതത്തിന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു.